Are you afraid of a U.S. invasion in your country? No, we are waiting for them. You are waiting for the U.S. military to invade, the ground troops? Yes, because we are confident that we can confront them, and that would be a big disaster for them. നിങ്ങൾ അമേരിക്കയുടെ കരസേനയെ പേടിക്കുന്നുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് അബ്ബാസ് അരാക്ചിയുടെ മറുപടി ഞങ്ങൾ അവരെ കാത്തിരിക്കുകയാണ് എന്നാണ്. കാരണം അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ നീക്കം അവർക്ക് വലിയ പതനമായി മാറുമെന്നും അരാക്ചി കൂട്ടിച്ചേർക്കുകയാണ്. നേരത്തെ കരയുദ്ധത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ട്രംപ് പതുക്കെ നിലപാട് മാറ്റിയതിന് കാരണവും ഇറാൻ കരസേനയുടെ മുന്നൊരുക്കവും കരുത്തും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. മാത്രമല്ല ഇറാന്റെ സങ്കീർണമായ ഭൂപ്രകൃതിയും അമേരിക്കൻ സൈന്യത്തിന് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഇറാഖ് അതിർത്തിയിലെ കുർദുകളെ ഉപയോഗിച്ച് ഇറാൻ പിടിക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ വീമ്പ് പറച്ചിൽ. എന്നാൽ കുർദുകൾ വിചാരിച്ചാലും ഇറാൻ സേനയെ തകർക്കാൻ കഴിയില്ല എന്നാണ് യുദ്ധവിദഗ്ധരെല്ലാം ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നത്. അതിനിടെ ഇസ്രയേലിനെ കൂടുതൽ കുഴപ്പത്തിലാക്കി ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു തുടങ്ങിയെന്ന സ്ഥിരീകരണവും വന്നു. ഒരു ബോംബിൽ നിന്ന് 80ഓളം പോർമുനകളായി മാറുന്ന ക്ലസ്റ്റർ ബോംബുകളാണ് കഴിഞ്ഞ ദിവസം ടെൽ അവീവിൽ കനത്ത നാശം വിതച്ചത്. മാത്രമല്ല ഇസ്രയേൽ സാമ്പത്തികമായി വല്ലാത്ത അവസ്ഥയിലാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇപ്പോഴത്തെ സംഘർഷത്തിൽ റഷ്യയും ഇറാന്റെ പക്ഷത്ത് പങ്കുചേർന്നു എന്ന നിർണായക റിപ്പോർട്ട് വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടെ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമായി ഫോണിലും സംസാരിച്ചു. ഇസ്രയേലിന് കനത്ത മുന്നറിയിപ്പുമായി ആയത്തുള്ള അലി ഖൊമൈനിയുടെ എക്സ് അക്കൗണ്ടിൽ നിന്ന് വീണ്ടും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ചില പോയിന്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവിച്ചിരുന്ന ഖൊമൈനിയേക്കാൾ 10 മടങ്ങ് ശക്തനാണ് മരണപ്പെട്ട ഖൊമൈനി എന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ നിന്ന് പുതിയ പോസ്റ്റ് വന്നത്. സയനിസ്റ്റ് ഭരണകൂടം വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൈവകൃപയാൽ ആ ഭരണകൂടത്തെ നിരാശയിലാക്കും എന്നാണ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ പേരിലുള്ള എക്സ് അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റിൽ പറയുന്നത്. ഇറാന്റെ മിസൈൽ ശക്തി പ്രകടിപ്പിക്കുന്ന AI നിർമ്മിത ചിത്രങ്ങളും ഈ പോസ്റ്റിനൊപ്പം ഉണ്ട്. ചിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ഇറാനിയൻ ശാസ്ത്രജ്ഞർ അത്യാധുനിക മിസൈലുകൾ നിർമ്മിക്കുന്നു, മറ്റൊന്നിൽ സൈനികർ മിസൈലുകൾ വിക്ഷേപിക്കുന്നു, അടുത്തതിൽ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്നു. ചിത്രത്തിനൊപ്പം പേർഷ്യൻ ഭാഷയിൽ ഇറാനിലെ യുവാക്കളുടെ കൈകളാൽ നിർമ്മിക്കപ്പെട്ടത് ഇത് ഇറാനിയൻ യുവാക്കളുടെ ഐഡന്റിറ്റി കാർഡാണ് എന്ന കുറിപ്പും ഉണ്ട്. ഖൊമൈനിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിലും ഇറാന്റെ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് ആയിട്ടും ഇറാനികൾക്കും സൈന്യത്തിനും ആത്മവിശ്വാസം നൽകുന്ന നീക്കവുമായിട്ടാണ് ലോകരാജ്യങ്ങൾ ഖൊമൈനിയുടെ പേരിൽ പുറത്തു വരുന്ന ഈ പോസ്റ്റുകളെ കാണുന്നത്. ഇനി ഇറാനിൽ അമേരിക്ക പദ്ധതിയിടുന്ന കരയുദ്ധത്തെക്കുറിച്ച് നോക്കാം. അത് എത്രത്തോളം അവർക്ക് വെല്ലുവിളിയാണെന്നും നമുക്ക് പരിശോധിക്കാം. അതായത് അമേരിക്കൻ സേനയ്ക്ക് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൂർണ്ണ കരയുദ്ധം നടത്തുന്നത് സമയനഷ്ടമാണ് എന്ന നിലപാടിലേക്ക് ട്രംപ് മാറിയത്. ഇറാന്റെ നാവികസേനയും മറ്റ് പ്രധാന സൈനിക സംവിധാനങ്ങളും ഇതിനകം തന്നെ തകർക്കപ്പെട്ടതിനാൽ ഇനി ഒരു കരയുദ്ധത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് ട്രംപ് വാദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പരസ്യമായി കരയുദ്ധം തള്ളിക്കളയുമ്പോഴും അല്ലെങ്കിൽ നാണക്കേട് കരുതി കരയുദ്ധം തള്ളിക്കളയുമ്പോഴും ഇറാന്റെ ആണവ നിലയങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ഭരണമാറ്റത്തിനുമായി US സൈനികരെ ഇറാനിലേക്ക് അയക്കുന്നതിനെക്കുറിച്ച് ട്രംപ് ഉദ്യോഗസ്ഥരുമായി രഹസ്യമായി നിരവധി ചർച്ചകൾ നടത്തിയെന്നുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് ഇറാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള കുർദ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇറാൻ പിടിക്കാൻ ട്രംപും നെതന്യാഹുവും നീക്കം ശക്തമാക്കുന്നത്. ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം ലക്ഷ്യമിട്ട് കുർദ് സേനയെ സായുധരാക്കാൻ CIA അതായത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി രഹസ്യ പദ്ധതി തയ്യാറാക്കുന്നതായി CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുർദ് വിഭാഗങ്ങൾ ഇറാനിലേക്ക് നീങ്ങുന്നതിനെ അനുകൂലിക്കുന്നുവെന്നും അത് അത്ഭുതകരമായ കാര്യമാണ് എന്നുമാണ് ട്രംപ് പറയുന്നത്. കുർദുകളുടെ മുന്നേറ്റത്തിന് നിലമൊരുക്കാൻ ഇറാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ഇസ്രയേൽ ബോംബാക്രമണം ശക്തമാക്കുന്നതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. കുർദുകളുടെ നേതൃത്വത്തിൽ ഇറാനിൽ കലാപമുണ്ടാക്കാനാണ് ട്രംപും നെതന്യാഹുവും ശ്രമിക്കുന്നത്. ഇതിനായി ഇറാൻ അതിർത്തി മേഖലയിൽ വിഘടിച്ച് നിന്നിരുന്ന കുർദ് ഗ്രൂപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞു. ഈ നീക്കം ഇറാനിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അമിതമായിട്ടുള്ള പ്രതീക്ഷ. ഇറാഖിലെ കുർദ് ഗ്രൂപ്പുകളുമായി ഇസ്രയേൽ ഇത് സംബന്ധിച്ച് 2 വർഷമായി ചർച്ച നടത്തുകയാണ് എന്നാണ് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ അതിർത്തി പ്രദേശമായ ഒഷ്നാവിയെ പിന്നെ പിരാൻ ഷഹർ തുടങ്ങിയ നഗരങ്ങൾ പിടിച്ചെടുക്കുക, ആ മുന്നേറ്റം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക, അതാണ് ഇറാനിലെ കുർദുകളെ ഉപയോഗിച്ച് ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത്. ഇതിനായി ഇറാഖിലെ കുർദുകളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് നീക്കം നടത്തുന്നത്. അതായത് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇറാനിലെ കുർദുകളെ ഉപയോഗിച്ചാണ്. ഇതിനുവേണ്ടി ഇറാഖിലെ കുർദ് ഗ്രൂപ്പുകളുടെ പിന്തുണ ഉറപ്പാക്കാനാണ് അമേരിക്കയും
നെതന്യാഹു ശ്രമിക്കുന്നത്. പക്ഷേ ഈ നീക്കത്തിന് തുടക്കത്തിലേ തന്നെ തിരിച്ചടിയേറ്റിരിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനിലെ കുർദുകളെ പിന്തുണയ്ക്കാൻ ഇതുവരെ ഇറാഖിലെ കുർദുകൾ തയ്യാറായിട്ടില്ല. പോരാളികളെ അയക്കാനോ ഇറാൻ വിഷയത്തിൽ ഇടപെടാനോ തങ്ങൾക്ക് പദ്ധതിയില്ല എന്നാണ് ഇറാഖി കുർദിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് അമേരിക്കൻ സേന അയച്ചാൽ ഇറാനിലെ കരസേനയ്ക്ക് മുന്നിൽ പരാജയപ്പെടും. അതുകൊണ്ട് കുർദുകളെ അയക്കാം. കുർദുകൾ മരിച്ചാലും അവർ കൊല്ലപ്പെട്ടാലും ട്രംപിന് പ്രശ്നമില്ലല്ലോ. അതാണ് ട്രംപിൻ്റെ ഒരു മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വിശ്വസിക്കാമോ എന്നുള്ള ഒരു പ്രശ്നവും ഈ കുർദുകൾക്കുണ്ട്. എന്തായാലും ഈ നിലപാടിലേക്ക്, അതായത് പോരാളികളെ അയക്കാനില്ല എന്ന കുർദുകളുടെ ആ നിലപാടിലേക്ക് കുർദുകൾ എത്തിയത്, ഇറാഖിലെ കുർദുകൾ എത്താൻ കാരണം ഇറാൻ്റെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. വിഘടനവാദികൾ ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാറിജാനി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനൊപ്പം ഇറാഖിലെ കുർദ് മേഖലയിലേക്കും അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ ചില കുർദിഷ് പോരാളികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെയാണ് തങ്ങളില്ലേ എന്ന നിലപാടിലേക്ക് ഇറാഖ് കുർദുകൾ എത്തിയതെന്നാണ് റിപ്പോർട്ട്. IS-നെതിരായ യുദ്ധത്തിൽ, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ യുദ്ധത്തിൽ മികച്ച പോരാട്ടവീര്യം തെളിയിച്ചവരാണ് കുർദിഷ് പെഷ്മെർഗ സൈന്യം. ഇവർക്ക് ഇറാൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നല്ല സ്വാധീനവുമുണ്ട്. എന്നാൽ ഇറാൻ്റെ ഔദ്യോഗിക സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുർദുകൾ എണ്ണത്തിലും ആയുധബലത്തിലും വളരെ പിന്നിലാണ്. അതാണ് മറ്റൊരു തിരിച്ചടി. അതായത് കുർദുകൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. മാത്രമല്ല ഇറാൻ സൈന്യം അവരെ ഉന്മൂലനം ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കുർദുകൾ പിൻവാങ്ങി നിൽക്കുന്നത് ഇപ്പോൾ. മാത്രമല്ല മുമ്പ് സിറിയയിൽ അസദ് ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിൽ കാര്യം കഴിഞ്ഞപ്പോൾ കുർദുകളെ അമേരിക്ക കൈവിട്ട ചരിത്രമുള്ളതിനാൽ ട്രംപിൻ്റെ വാഗ്ദാനങ്ങളോട് കുർദുകൾക്ക് അത്രത്തോളം വിശ്വാസമില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കുർദുകൾ കൊല്ലപ്പെട്ടാലും ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അമേരിക്ക എത്തുമോ എന്നുള്ളൊരു പേടി കുർദുകൾക്കുണ്ട്. കാര്യം കഴിയുമ്പോൾ കൈവിട്ട് കളയുമോ എന്നുള്ളൊരു പേടി, പണ്ട് സിറിയയിൽ ചെയ്തതുപോലെ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു പേടി കുർദുകൾക്കുണ്ട്. ഇതിനിടെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ ആക്രമണത്തിൻ്റെ തോത് കൂട്ടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇറാൻ ഇസ്രയേലിൻ്റെ ജനവാസ മേഖലകളിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. ഖൈബർ ഷെക്കാൻ എന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ വഴി, അതായത് ഈ മിസൈൽ ഉപയോഗിച്ച് ക്ലസ്റ്റർ പോർമുനകൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. സാധാരണ മിസൈലുകൾ ഒരു തവണ മാത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ ആകാശത്ത് വെച്ച് ചിതറി ഏകദേശം 80ഓളം ബോംബുകളായി അല്ലെങ്കിൽ പോർമുനകളായി താഴേക്ക് പതിക്കുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടയാൻ കഴിയില്ല. 100-ലധികം രാജ്യങ്ങൾ നിരോധിച്ച മാരക ആയുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ. ഇറാനാണെങ്കിൽ തദ്ദേശീയമായി അത് നിർമ്മിച്ചെടുക്കുകയും ചെയ്തു. ഇത് ഉപയോഗിക്കുന്നത് യുദ്ധക്കുറ്റമാണ് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ആരാണ് ആരോപിക്കുന്നത്? ഇസ്രയേലാണ് ആരോപിക്കുന്നത്. പാവപ്പെട്ട കുട്ടികളെയെല്ലാം കൊന്നൊടുക്കുന്ന ഇസ്രയേലാണ് ഈ യുദ്ധക്കുറ്റത്തെക്കുറിച്ച് ഇപ്പോൾ വിലപിക്കുന്നത്. ക്ലസ്റ്റർ ബോംബാക്രമണത്തിൽ മാത്രം ഇസ്രയേലിൽ ചുരുങ്ങിയത് 12 പേർക്ക് മാരകമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇനിയും ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. ഇതിലും മികച്ച ആയുധങ്ങൾ പ്രയോഗിക്കാനായി ഷെൽഫിലുണ്ടെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഇറാൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ റഷ്യയുടെയോ ചൈനയുടെയോ സാങ്കേതിക സഹായമുണ്ടോ എന്നാണ് അമേരിക്കയും ഇസ്രയേലും സംശയിക്കുന്നത്. റഷ്യയുടെ ഇടപെടലിനെ ന്യായീകരിക്കുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. US യുദ്ധക്കപ്പലുകളെയും വിമാനങ്ങളെയും ആക്രമിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി റഷ്യ ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പോർട്ട് ഷുഹൈബിലെ ഒരു കമാൻഡ് സെൻറ്ററിലാണ് ഡ്രോൺ പതിച്ചത്. ഇത് ഇറാൻ കൃത്യമായ ലക്ഷ്യത്തോടെ ചെയ്തതാണ് എന്നാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നിഗമനം. ഇറാന് ചുരുക്കം ചില സൈനിക ഗ്രേഡ് ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തണമെങ്കിൽ ഉപഗ്രഹങ്ങളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ബഹിരാകാശ ശേഷിയുടെ സഹായമില്ലാതെ ഇറാൻ ഇങ്ങനെ ആക്രമണം നടത്താൻ കഴിയില്ല എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് റഷ്യ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൻ്റെ കൃത്യമായ ഉപഗ്രഹ വിവരങ്ങൾ ഇറാന് കൈമാറുകയും ഇറാൻ അവിടേക്ക് കൃത്യമായ ആക്രമണം നടത്തുകയും അമേരിക്കൻ സൈന്യത്തിന് ആൾനാശമുണ്ടാക്കുകയും ചെയ്തു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് റഷ്യ നേരിട്ട് സംഘർഷത്തിൽ ചേരാതെ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഇറാനു വേണ്ടി ലക്ഷ്യങ്ങൾ തീരുമാനിച്ചു കൊടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൈനയും ഇതേ രീതിയിൽ ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നാണ് ചില യുദ്ധ വിദഗ്ധർ പറയുന്നത്. റഷ്യയുടെയും ചൈനയുടെയും സഹായം കൂടിയാകുമ്പോൾ ഇറാൻ കൂടുതൽ അപകടകാരിയായി മാറുകയും ചെയ്യുന്നു. ഇത് ഇറാൻ്റെ വ്യോമാക്രമണത്തിൻ്റെ ആഘാതശേഷി കൂട്ടുകയും ചെയ്യുന്നു.
അതിനിടെ ഇന്നലെ പുടിൻ പെഷെഷ്കിയാനുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. ആയത്തുള്ള അലി ഖൊമൈനിയുടെ മരണത്തിലും ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഇറാൻ സൈനികർക്കും സിവിലിയന്മാർക്കും പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. മേഖലയിലെ സൈനിക നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും സമാധാനപരമായ നയതന്ത്ര ചർച്ചകളിലേക്ക് തിരിച്ചു പോകണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിൽ റഷ്യ കാണിക്കുന്ന ഐക്യദാർഢ്യത്തിന് പ്രസിഡന്റ് പെഷെഷ്കിയാൻ നന്ദിയും അറിയിച്ചു. GCC രാജ്യങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട് എന്നും മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് എന്നും പുടിൻ പെഷെഷ്കിയാനോട് വ്യക്തമാക്കി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷെഷ്കിയാൻ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളോട് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതും മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് വരികയാണ്. അവർക്കെതിരെ ഇനി ആക്രമണങ്ങൾ നടത്തില്ല, ഇപ്പോൾ ആക്രമണങ്ങൾ നിർത്താൻ ഉത്തരവിടുകയും ചെയ്തു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇറാൻ ഇതുവരെ അയൽ രാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ താൻ വ്യക്തിപരമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് പെഷെഷ്കിയാൻ പറഞ്ഞത്. ഇറാന്റെ താൽക്കാലിക നേതൃത്വ സമിതി അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നിർത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇറാന്റെ മണ്ണിലേക്ക് ആക്രമണം നടത്താൻ ഈ രാജ്യങ്ങൾ തങ്ങളുടെ ഭൂമി വിട്ടു നൽകുകയോ അവിടെ നിന്ന് ആക്രമണം ഉണ്ടാവുകയോ ചെയ്യാത്ത പക്ഷം ഇനി ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കില്ല എന്നാണ് പെഷെഷ്കിയാൻ വ്യക്തമാക്കിയത്. അതായത് അങ്ങനെ ഭൂമി വിട്ടുകൊടുക്കുകയോ അവിടെ നിന്ന് ആക്രമണം നടത്താൻ ഒരു നിലമൊരുക്കുകയോ ചെയ്താൽ തീർച്ചയായും ഇറാൻ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് പെഷെഷ്കിയാൻ്റെ വാക്കുകളിലുള്ളത്. ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങൾ സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിലെ പാവകളാകരുതെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും പെഷെഷ്കിയാൻ ആവർത്തിച്ചു. ഇങ്ങനെ പെഷെഷ്കിയാന്റെ പ്രഖ്യാപനം വന്നെങ്കിലും തൊട്ടു പിന്നാലെയും ഖത്തറിലെയും UAEയിലെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതായും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ദുബായ് എയർപോർട്ടിൽ ഒരു ഡ്രോൺ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനും ലബനോനും കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ ഫത്ത മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ പറ്റിയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ നാണക്കേട് കരുതി ഈ വിവരം പുറത്തുവിടാത്തതാണ് എന്നും മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ട്. എന്തായാലും ഇറാന്റെ തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലിനെ സൈനികമായും സാമ്പത്തികമായും മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഓരോ മിസൈലിനെയും തകർക്കാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന അയൺ ഡോം, ആരോ മിസൈലുകൾക്ക് കോടികളാണ് വില. നമ്മൾ നേരത്തെയുള്ള പല വീഡിയോകളിലും ഇത് സൂചിപ്പിച്ചു. ഒരു രാത്രിയിലെ പ്രതിരോധത്തിന് മാത്രം ഇസ്രയേലിന് ഏകദേശം 10,000 കോടി രൂപയിലധികം ചിലവാകുന്നുണ്ട്. തുടർച്ചയായ ആക്രമണങ്ങളെ നേരിടാൻ ആവശ്യമായ ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ സ്റ്റോക്ക് കുറയുന്നത് ഇസ്രയേലിനെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഇതേ ആശങ്ക തന്നെയാണ് അമേരിക്കയ്ക്കും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയുടെ സഹായമില്ലാതെ ദീർഘകാലം ഈ രീതിയിൽ പ്രതിരോധം തുടരുക ഇസ്രയേലിന് പ്രായോഗികമല്ല. ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളിൽ നേരിട്ട് പതിച്ചത് അവരുടെ സൈനിക സുരക്ഷാ അവകാശവാദങ്ങളെയും മങ്ങലേൽപ്പിക്കുന്നു. യുദ്ധം കാരണം ടൂറിസം, നിർമ്മാണം, കൃഷി എന്നീ മേഖലകൾ തകർന്നു. 10,000-കണക്കിന് റിസർവ് സൈനികർക്ക് ജോലി ഉപേക്ഷിച്ച് യുദ്ധത്തിന് പോകേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഉൽപ്പാദനത്തെയും അത് ബാധിച്ചിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞതായി ചൂണ്ടിക്കാട്ടിയ അന്താരാഷ്ട്ര ഏജൻസികൾ അവരുടെ റേറ്റിംഗ് കുറച്ചു. ഈ മൂഡീസ് പോലുള്ള ഏജൻസികൾ അവരുടെ റേറ്റിംഗ് കുറച്ചു. ഇത് ഭാവിയിൽ ഇസ്രയേലിലേക്ക് വരുന്ന നിക്ഷേപങ്ങളെയും ബാധിക്കും. ചുരുക്കത്തിൽ അമേരിക്ക നൽകുന്ന വൻതോതിലുള്ള സാമ്പത്തിക സൈനിക സഹായമാണ് ഇസ്രയേലിനെ നിലവിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്. ഈ യുദ്ധം നീണ്ടുപോയാൽ അത് ഇസ്രയേലിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് യുദ്ധം ആർക്കും നേട്ടം നൽകുന്നില്ല, അധികാര കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് നേട്ടം നൽകുന്നത്, സാധാരണ ജനങ്ങൾക്ക് യാതൊരു നേട്ടവും നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും പോലുള്ള രാജ്യങ്ങളും ഇപ്പോൾ റഷ്യയും ഒപ്പം ചൈനയും ഒക്കെ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ, സമവായ ചർച്ചകൾ ഏതെങ്കിലും തലത്തിൽ ഒരുങ്ങുമോ എന്നുള്ളതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.